സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ സർക്കാർ മാറ്റം വരുത്തിയത് പദ്ധതി അട്ടിമറിക്കാനാണെന്ന് പ്രതിപക്ഷ ആരോപണം. സാമൂഹ്യക്ഷേമ പെൻഷൻ വെട്ടിക്കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആരോപിച്ചു. ബാങ്കുകൾ വഴി മാത്രമാക്കുന്നതോടെ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർ പെൻഷൻ ലഭിക്കാതെ വരും. എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന സമീപനമാണ് സർക്കാരിന്റേതെന്നും ഈ ആസൂത്രിത നീക്കത്തിനെതിരെ ജനത്തെ അണിനിരത്തി പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കുമെന്നും ബാലഗോപാൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇനി മുതൽ സാമൂഹ്യക്ഷേമ പെൻഷൻ നേരിട്ട് വീടുകളിലേക്ക് എത്തില്ല. ഈ വിതരണത്തിൽ നിന്നും സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവും ഇറങ്ങിയിരിക്കുകയാണ്. മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായിരിക്കും സർക്കാർ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? നിലവിലുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാനാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് പരമാവധി വെട്ടിച്ചുരുക്കാനും സാധാരണക്കാർക്കിത് കിട്ടാതിരിക്കാനും ഉള്ള ഒരു ശ്രമമാണ്. ഇതുവഴി ഇപ്പോൾ സ്മൂത്തായി നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ വിതരണ പദ്ധതികളെ ഒന്ന് അട്ടിമറിച്ച് ഇനി പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് കുറേ പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കാൻ തന്നെയുള്ള ഉദ്ദേശമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ പേര് ഇതിൽ നിന്ന് ത്രോൺ ഔട്ടാവും, ലക്ഷക്കണക്കിന് ആൾക്ക് ഇത് കിട്ടാതെ വരും. അതിനുള്ളൊരു തടസ്സമാണ്. അർഹമായ കേരളത്തിലെ ജനസംഖ്യയിൽ നല്ലൊരു ഭാഗം ഏറ്റവും സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഈ സംഭവത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ക്ഷേമ പെൻഷൻ പദ്ധതി തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സ്വാഭാവികമായും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ഉണ്ടാകുമെന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇതൊരു പുതിയ പരിഷ്കാരത്തിലേക്ക് പോകുന്നതിന് സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു വാദം വിതരണത്തിൽ നൽകുന്ന ഇൻസെന്റീവ് നഷ്ടമാകുന്നു എന്നുള്ളതാണ്. അത് എത്രത്തോളം ശരിയാണെന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്താനാകുന്നത്. ഇപ്പോൾ കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ പെൻഷൻ കൊണ്ട് നൽകും. ഒരു തരത്തിലും വന്ന് കളക്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് വീടുകളിൽ എത്തിക്കും. ബാക്കിയുള്ളവർക്ക് ബാങ്കുകളിൽ പോയി തന്നെ നേരിട്ട് വാങ്ങണം എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുമ്പോൾ പ്രതിപക്ഷം ഈ വിഷയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? പ്രതിപക്ഷം സ്മൃതി ഈ വിഷയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം അവതാളത്തിലാക്കി ഈ പദ്ധതിയെ തന്നെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആദ്യ പ്രതികരണമായി വരുന്നത്. എന്ന് മാത്രമല്ല, അവർ പറയുന്നത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ തരത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ചെയ്യുന്നുവെന്ന് പറയുന്ന തരത്തിൽ ബാങ്കുകൾ വഴി, അക്കൗണ്ടുകൾ വഴി പണം കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അന്ന് അത് വേണ്ടതില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തതാണ്. ആ നിലപാട് എന്തുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിന് എടുത്തുകൂടാ? അവർ പറയുന്നത് കിടപ്പ് രോഗികൾക്ക് ഇപ്പോഴും വീടുകളിൽ എത്തിക്കാമെന്ന് പറയുന്നു. അതല്ലാതെ പലതരത്തിലുള്ള അവശത അനുഭവിക്കുന്ന ആളുകളുണ്ട്, ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആളുകളുണ്ട്. അവർക്ക് മറ്റൊരു ഇടനിലക്കാരന്റെ സഹായമുണ്ടെങ്കിൽ മാത്രം ഈ പണം ഇനി കൈപ്പറ്റാൻ പറ്റുക. അതിൽ പലതരത്തിലുള്ള കറപ്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു 10,000-കണക്കിന് ഏജന്റുമാരാണ് വീട്ടിൽ ഈ പണം എത്തിക്കുന്നത്. ഒരു വീട്ടിലെത്തിക്കുമ്പോൾ 25 രൂപയാണ് അവരുടെ കമ്മീഷൻ. അതും ഇല്ലാതാകുന്നു എന്ന് പറയുന്നു. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിട്ടുണ്ട്. സർക്കാർ പെൻഷൻ വിതരണം അട്ടിമറിക്കാനാണ് നോക്കുന്നതെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. സഹകരണ സംഘങ്ങളിലെ കളക്ഷൻ ഏജന്റുമാർ വഴിയായിരുന്നല്ലോ നേരത്തെ പെൻഷൻ വീട്ടിലെത്തിച്ചിരുന്നത്. റഹീസ്, അതുവഴി ഇൻസെന്റീവ് വിതരണത്തിൽ നൽകുന്ന ഇൻസെന്റീവ് നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ UDF പറയുന്ന ഒരു വാദം. അത് എത്രത്തോളം ശരിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയമാകുന്ന ആ ഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ ചിലർക്ക് കിട്ടുന്നു, ചില മേഖലയിൽ കിട്ടുന്നില്ല തുടങ്ങിയ പരാതികളും ഉയർന്നിരുന്നല്ലോ, ഓർക്കുന്നില്ലേ? സ്മൃതി, അത് ശരിയാണ്. അതായത് ഒരു വീട്ടിൽ പെൻഷൻ കൊടുക്കുമ്പോൾ കളക്ഷൻ ഏജന്റുമാർക്ക്, അവരാണ് ഈ പണം കൊടുക്കുന്നത്, അവർക്ക് 25 രൂപയാണ് ഇൻസെന്റീവായി കിട്ടുന്നത്. 10,000-കണക്കിന് ആളുകൾ വിവിധ ബാങ്കുകളിൽ ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്നത്. എന്തായാലും 1000-ലധികം ആളുകൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അവർക്ക് കൂടി പ്രശ്നമാകും എന്ന് CPIM പറയുന്നതിനെ UDF രാഷ്ട്രീയമായാണ് അതിനെ കാണുന്നത്. കാരണം കൂടുതൽ ബാങ്കുകളും ഇതിനകത്ത് UDF ഈ പദ്ധതി ബാങ്ക് വഴിയാക്കുന്നതിന് പിന്നിലും ചില രാഷ്ട്രീയമുണ്ട്. കാരണം കൂടുതൽ സർവീസ് സഹകരണ ബാങ്കുകളും LDFന്റെ CPIMന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അവിടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയിരിക്കും. ഈ പണം കൊടുക്കുന്ന ആളുകൾ ഡെയിലി വേജസിനും മറ്റും ഉള്ള ആളുകളായിരിക്കും. പ്രാദേശികമായി CPIMന്റെ മുഖങ്ങളായ ആളുകളായിരിക്കും കൂടുതൽ. അവർ വീടുകളിലെത്തി പണം കൊടുക്കുമ്പോൾ അത് അവർക്ക്, അതായത് അവരുടെ പാർട്ടിയുടെ ഭാഗമായി എത്തുന്നു
എന്ന തരത്തിലുള്ള ഒരു ആനുകൂല്യമൊന്നും LDF-നും CPI-നും ഇതിനകത്ത് നേടേണ്ടതില്ല എന്നൊരു കണ്ടെത്തലിന്റെ കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്രം പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയത് എന്ന് മനസ്സിലാക്കുന്നു. അത് തിരിച്ചറിഞ്ഞാണ് CPIM പ്രതിരോധം തീർക്കുന്നതും. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.